കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവൈരരെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 11 അധ്യായം 1 മുതലുള്ള തിരുവചനം. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിൻ്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അഗ്നി ശമിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ കോപാഗ്നി അവരുടെ ഇടയിൽ ജ്വലിച്ചതിനാൽ അവൻ ആ സ്ഥലത്തിന് തബേര എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, തബേര എന്ന് പറയുന്ന ഒരു സ്ഥലം രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് വചനം ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കോപത്തിൻ്റെ അഗ്നി, അതാണ് തബേര. ആ ഒരു കോപാഗ്നി എങ്ങനെയാണ് മനുഷ്യർക്ക് മേൽ ജ്വലിക്കുന്നത്? ദൈവത്തിൻ്റെ ക്രോധം അതെങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിൽ ജ്വലിക്കുന്നത് എന്ന് വചനം ഓർപ്പിക്കുകയാണ്. കർത്താവിന് ഇഷ്ടമില്ലാത്ത വിധം ജനം പിറുപിറുത്തു. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അവരെവിടെ താമസിക്കണമെന്നും അവരേത് മേഖലയിലേക്കാണ് കടന്നു പോകുന്നതെന്നും ഏത് രീതിയിലുള്ള ഇടപെടലാണ് എന്നുള്ളതെല്ലാം കർത്താവ് കൃത്യമായി പദ്ധതിയിട്ട് ആ പദ്ധതി പ്രകാരമാണ് ജനം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ വലിയ കൂട്ടായ്മയ്ക്കിടയിൽ ചില അസ്വസ്ഥതയുടെ സ്വരങ്ങൾ, ചില അപസ്വരങ്ങൾ പുറപ്പെട്ടു വരികയാണ്. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തതായിട്ടാണ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി ഒരു വ്യക്തി സ്വയമേവ വിലപിക്കുകയാണ്. അതായത് ദൈവ വഴിയിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ വ്യക്തി വെറുതെ വിലപിക്കുകയാണ്. ഞാൻ എന്തിനാണ് എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി എനിക്കിഷ്ടമില്ലാത്ത ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്? അപ്പോൾ അതാണ് ഈ പിറുപിറുപ്പ്. ദൈവ പദ്ധതിക്കെതിരെ, ദൈവത്തിൻ്റെ മനസ്സിനെതിരെ ഒരാളുടെ ചിന്തകൾ വകതിരിഞ്ഞു പോകുന്നതിനെയാണ് പിറുപിറുപ്പായി നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇവർ പിറുപിറുത്തപ്പോൾ കർത്താവിൻ്റെ നിസ്സീമമായ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. ഒരു അഗ്നിയായിട്ടാണ് ആ ദേഷ്യം പുറത്തേക്ക് വന്നത്. അപ്പോൾ ഒരിക്കലും തൻ്റെ ജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഭിന്നിപ്പിൻ്റെ സ്വരം കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ശക്തിയും കുറയുകയാണ്. അത് ഒരു അഗ്നിയായി താഴേക്ക് വരുമ്പോൾ പാളയത്തിൻ്റെ ചില ഭാഗങ്ങൾ തന്നെയും അത് കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ജനം മോശയോട് നിലവിളിച്ചു. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. എങ്ങനെയാണ് ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്? പാളയത്തിൻ്റെ പകുതി ഭാഗങ്ങളോളം അഗ്നിയിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ അഗ്നി പിന്മാറ്റപ്പെടാൻ വേണ്ടി മോശ ചെയ്തത്, അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അഗ്നി ശമിക്കുകയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഒരു ശമനം എന്ന് പറയുന്നത്. പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ നിർദ്ദേശമോ ദൈവത്തോടുള്ള നമ്മുടെ പരിഭവമോ അങ്ങനെ എന്തുമാകാം. ദൈവവുമായിട്ടുള്ള ഏത് സംഭാഷണവും പ്രാർത്ഥന തന്നെയാണ്. അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ ജനം ആ അഗ്നിയെ തങ്ങളുടെ ഇടയിൽ നിന്ന് അകറ്റി നിർത്തി. പക്ഷേ അഗ്നി ശമിച്ചു എങ്കിലും അനേകം ആളുകൾ തീർച്ചയായും മരണപ്പെട്ടിട്ടുണ്ടാകണം. കർത്താവിൻ്റെ കോപത്തിൻ്റെ അഗ്നി ആ പ്രദേശത്ത് വന്നു വീണതിനാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരും നൽകി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ രക്ഷ കണ്ടെത്താനായിട്ട് നാം അധികം അലയേണ്ട ആവശ്യമില്ല. നമ്മുടെ കൺമുൻപിൽ തന്നെ ദൈവ സാന്നിധ്യമായി, അദൃശ്യമായൊരു സാന്നിധ്യമായി വ്യക്തി കൂടെ ഉണ്ട് എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.